ഹായ്, ഇറ്റ്സ് മീ ആൻസർ ഫ്രം കറൻസി പിപ്പ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് GBP USDയിൽ നമുക്ക് കിട്ടിയ ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. സോ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് എടുത്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് നല്ല രീതിയിൽ GBP USDയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ നമുക്ക് ഇവിടെ ആദ്യം BOS കിട്ടി. സോ ഞാൻ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അങ്ങോട്ട് എത്താതെ വീണ്ടും ഒരു BOS നമുക്കിത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ BOS കിട്ടിയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ തന്നെ ഇംബാലൻസ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് അവിടെ ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കും കിട്ടും. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിലായിരുന്നു ഞാൻ എൻ്റെ എടുക്കാനുള്ള റീസൺ. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വേണ്ടിയുള്ള ലിക്വിഡിറ്റി ക്രിയേഷൻസ് നമുക്ക് നടന്നിട്ടില്ല. സോ അത് ഈ ഒരു ട്രേഡിൽ കുറച്ച് റിസ്കി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിൻ്റെ മേലെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഓർഡർ ബ്ലോക്ക് വേണ്ടിയുള്ള ലിക്വിഡിറ്റി ക്രിയേഷൻ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. സോ ഇത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഒരു 1% ഞാൻ സാധാരണ റിസ്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ട്രേഡിൽ ഞാൻ 0.5 ആണ് ഞാൻ റിസ്ക് ചെയ്തില്ല, കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കുറച്ച് വലുതാണ്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഹാഫിലാണ് ഞാൻ എൻ്റെ എടുത്തിട്ടുള്ളത്. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ എടുക്കുകയാണെങ്കിൽ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പർ ആവില്ല. കാരണം അത്രത്തോളം മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഏത് സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല, റയർ ആയിട്ടൊക്കെ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്കിൻ്റെ ഹാഫിലാണ് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.